എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി സെന്റ് റിത്താസ് സ്കൂളിൽ ഹിജാബ് വിലക്കിയ നടപടി വിവാദമായ പശ്ചാത്തലത്തിൽ സമാന വിധത്തിൽ അനുഭവമുള്ളവർക്ക് പരാതി റിപ്പോർട്ട് ചെയ്യുവാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുകയാണ് SKSF സംസ്ഥാന കമ്മിറ്റി. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതി നിഷേധിക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സമാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ SKSF ശേഖരിക്കുന്നത്. SKSF ഉപാധ്യക്ഷൻ സത്താർ പന്തല്ലൂരിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഇതു സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ നടക്കുന്ന സ്കൂളുകളിലെ രക്ഷിതാക്കൾക്ക് ഇതു സംബന്ധിച്ച അറിയിപ്പ് നൽകുവാനുള്ള ഗൂഗിൾ ഫോം ലിങ്കും QR സ്കാനറും ഉൾപ്പെടെ നൽകിയാണ് SKSF രംഗത്തെത്തിയിരിക്കുന്നത്. യാതൊരു നിയമപ്രാബല്യവുമില്ലാത്ത ഈ മതസ്വാതന്ത്ര്യ നിഷേധം അംഗീകരിച്ചുകൂടാ. അതോടൊപ്പം ഇതെല്ലാം വർഗീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നവരും കൂടി വരുന്നുണ്ട്. സത്താർ പന്തല്ലൂർ തൻ്റെ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൻ്റെ സൗഹൃദാന്തരീക്ഷത്തിന് വിള്ളലുണ്ടാക്കുന്ന ഇത്തരക്കാരെ തിരിച്ചറിയാനും അവരെ പൊതുസമൂഹത്തിന് മുൻപിൽ കൊണ്ടുവരാനും ഒരു സർവേ ആരംഭിക്കുകയാണ്. തുടർന്ന് ലിസ്റ്റ് പരസ്യപ്പെടുത്തുകയും ചെയ്യും. വർഗീയത വളർത്തുന്ന സ്കൂളുകൾ ഇനി കേരളത്തിൽ വേണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാമെന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നുണ്ട്. സർവേയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെയുള്ള ഗൂഗിൾ ഫോമിലാണ് വിവരങ്ങൾ പങ്കുവെക്കേണ്ടത്. അതേസമയം ഗൂഗിൾ ഫോമിൽ സ്കൂളിൻ്റെ പേര്, സ്ഥലം, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പരിധി, താലൂക്ക്, ജില്ല, അതോടൊപ്പം LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തുടങ്ങിയ കാറ്റഗറികൾ, എയ്ഡഡ്, അൺഎയ്ഡഡ്, സർക്കാർ എന്നീ തരംതിരിക്കൽ, മാനേജ്മെൻറ്റ് സ്ഥാപനമാണെങ്കിൽ അത് ആ തരത്തിലുള്ളവയെല്ലാം ആൻസർ ചെയ്തുകൊണ്ട് അതിലാണ് പരാതികൾ പറയേണ്ടത്. അതേസമയം ഹിജാബിൻ്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിച്ച നടപടിയിൽ നിന്നും പിന്തിരിയണമെന്നും നടപടി പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്നും വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളുടെ ലംഘനമാണ് എന്നും SKSF സംസ്ഥാന കമ്മിറ്റി യോഗവും അഭിപ്രായപ്പെട്ടു. സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സംഭവം ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. നീതിക്ക് നിരക്കാത്ത ഇത്തരം ചെയ്തികൾ വഴി സമൂഹത്തിൽ ബോധപൂർവം മതവിഭജനം പ്രചരിപ്പിക്കുവാനുള്ള ഗൂഢതന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി തയ്യാറാവണം. മതസ്വാതന്ത്ര്യത്തിൻ്റെയും വിദ്യാഭ്യാസ അവകാശത്തിൻ്റെയും നഗ്നമായ ലംഘനം നടപ്പാക്കുന്നവരുടെ നിലപാടുകൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ന്യായമായ ആവശ്യങ്ങളെയും ആശങ്കകളെയും അവഗണിച്ച് അമിതാധികാരം പ്രയോഗിക്കുന്ന സ്കൂൾ അധികാരികളുടെ ധിക്കാരപരമായ സമീപനവും പ്രതിഷേധാർഹമാണ്. 2008 ഇതേ സ്കൂളിൽ വ്യത്യസ്ത മതത്തിലുള്ള വിദ്യാർത്ഥികളെ കുരിശു വരപ്പിക്കുന്നതിൽ നിന്നും മനുഷ്യാവകാശ കമ്മീഷൻ വിലക്കിയിരുന്നതാണ്. അതിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളാൻ മാനേജ്മെന്റ് തയ്യാറാകാത്തതും ഖേദകരമാണ്. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് പകരം വിഭാഗീയത വളർത്തുന്ന നടപടികൾ സ്വീകരിക്കുന്ന ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ സംസ്കാരത്തിന് കളങ്കമാണ് എന്നും SKSF അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ പ്രതീക്ഷ നൽകുന്നതാണെന്നും എന്നാൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാകുന്നത് തടയാനും ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനും ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്നും സംസ്ഥാന കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. SKSF സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ പങ്കെടുത്തു.